സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. കിലുങ്ങുന്നി തറകൾ തോറും കിളി കൊഞ്ചലിൻ്റെ മണികൾ കിലുങ്ങുന്നി തറകൾ തോറും കിളി കൊഞ്ചലിൻ്റെ മണികൾ മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം എന്നിലെ എന്നെ കാൺമു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൻ എരിവേലിലും പൂക്കൾ ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. നിറമാല ചാർത്തി പ്രകൃതി ചിരികോർത്തു നിന്റെ വികൃതി നിറമാല ചാർത്തി പ്രകൃതി ചിരികോർത്തു നിന്റെ വികൃതി വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർപ്പു മറയാക്കി മധുരം ഉറഞ്ഞുകൂടും നിമിഷം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. താങ്ക് യു. ഉണരുമീ ഗാനം. അർജു, എന്തോ എടാ ടാലന്റ് എങ്ങനെയുണ്ടായി ചാലഞ്ച്? അത് വല്ലാത്ത ചാലഞ്ച് ആയിപ്പോയി. ഇത് വല്ലാത്ത ചാലഞ്ച് ആയിപ്പോയി. എന്നാലും എങ്ങനെയുണ്ടായിരുന്നു? നീ എങ്ങനെ പെർഫോം ചെയ്തു? നല്ലോണം പാടി. ഓർക്കസ്ട്ര ഉള്ളപ്പോ പാടാനാണോ എളുപ്പം, അല്ലാത്തപ്പോഴാണോ എളുപ്പം? അല്ലാത്തപ്പോഴാണ് എളുപ്പം. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ ചക്കരെ, എന്തോ ഉഗ്രം പാട്ട് മോനെ, മോൻ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. ഇത് ആരൊക്കെയാന്നുള്ളത് പറ, ചാലഞ്ചിന്റെ കാര്യം പിന്നെ പറയാം. ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്, പിന്നെ പൊക്കിയെടുത്ത് അങ്ങ് എറിയും കണ്ടത്തില് കേട്ടാ. മോന്റെ കൂടെ പഠിച്ചാണോ? അല്ല, അത് ഇത്ര അറിയാമായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു പോയതിന്റെ ചോദിച്ചതാ. എടാ അതെങ്ങനെ മറക്കൂടാ? നിന്റെ ഭാഗ്യം. മക്കളെ, ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനസ്റ്റ് കമ്പോസേഴ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം.
പെട്ടെന്ന് പോയോ? അതങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു പേരുമല്ല. നീ വേറെ എന്തൊക്കെ മറന്നു പോയാലും നമ്മളെ തന്നെ മറന്നാൽ തന്നെ ഈ പേരൊന്നും മറക്കത്തില്ല അതെ, മനസ്സിൽ നിന്ന്. നിനക്ക് സംഗീതം ഇഷ്ടമാണെങ്കിൽ ആ അതാ ശ്രീകുമാർ. ആ, MG ശ്രീകുമാർ. ആരാ? അല്ല ശ്രീകുമാരൻ നമ്പിയാണോ? അതെ അതെ, ശ്രീകുമാരൻ നമ്പി. correct, correct. വെരി ഗുഡ്. അല്ലല്ല അറിയാം. ശരി, നമ്മളെ പാറു പറയട്ടെ. ഇളയരാജ സാർ. ഗ്രേറ്റ് ഗ്രേറ്റ്. കാര്യം നല്ല ഒരു വിവരമുള്ള ആങ്കറാണ് നമുക്ക്. കുറേ സന്തോഷമാണ്. അതൊന്നും മറക്കരുത് മക്കളെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇവിടെ വന്ന് പാടാൻ അവർ ഇത് എഴുതിയ ആളും ഇത് കമ്പോസ് ചെയ്ത ആളും ഇത് പാടിയ ആളൊക്കെ അല്ലേ കാരണം. ഉഗ്രം പാട്ട്, അസാധ്യ പാട്ട്. ഓൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അവിടെ മോനെ അനുപല്ലവി ആ പുളകൊക്കെ ചേരണം അവിടെ. നമ്മൾ ഓരോ നോട്ട് പാടുന്നതും വളരെ കൃത്യമായിട്ട് ചേർക്കുക. നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ പ്രത്യേകത അതാണ്. ശ്രുതി ഇല്ലാത്ത സമയത്തും നമ്മൾ ആ ശ്രുതി മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൻ, എനിക്ക് നീ ചരണം പാടി തുടങ്ങിയപ്പോൾ നിനക്ക് ഫ്ലാറ്റ് ആവാൻ ഒരു ടെൻഡൻസി എനിക്ക് ഫീൽ ചെയ്തു. എന്ത് ചെയ്യും ദൈവമേ. ഞാൻ ഉള്ള പഴവങ്ങാടി കടമതിക്ക് 102 തേങ്ങ ഏക്കത്തെ നേർന്ന് പൈസ തന്നേക്കണം അച്ഛൻ്റെ ഇതിന് മേടിച്ചിട്ടാ. അപ്പോൾ എനിക്കിനി തേങ്ങ മേടിക്കാൻ പൈസ ഒന്നുമില്ല. അപ്പോൾ മോനെ വിചാരിച്ചു. പക്ഷേ നീ കറക്റ്റായിട്ട് വന്ന് വലിയ ഡാമേജിങ് അല്ലാതെ കൃത്യമായിട്ട് പാടി. അതിന് കുറേ സന്തോഷം. കാരണം അത്രയ്ക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കുട്ടികളെല്ലാം. നിങ്ങളുടെയൊക്കെ ബ്രെയിൻ അത്ര ഫ്രഷ് അല്ലേ. അപ്പോൾ അത് തകർക്ക്. മോനെ, എനിക്ക് ഒരു സംശയമുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിലെ എന്നെ ഒന്ന് പാടാമോ? എന്നിലെ എന്നെ കാണുമോ ഞാൻ നിന്നിൽ. ആ, അത് കഴിഞ്ഞിട്ട് വിടർന്നു മൊൻതനീന വിടർന്നു വിടർന്നു മരുഭൂവിൻ എരിവേലിലും പൂക്കൾ. ആ, ഗുഡ് 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 ഗുഡ്. നൈസ്. മോനെ, അത് പ്രധാനമായിട്ട് നോക്കണം. രാജാസാറിൻ്റെ ചില ഐറ്റങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചേക്ക് തന്നെ പാടണം. അതാണ് അതിൻ്റെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യം കേട്ടോ. അത് ഞാനതാ ആലോചിക്കും. നീ ഇവനെ അങ്ങനെ അതുപോലെ തന്നെ ചരണത്തിലും അതുണ്ടായിരുന്നു. അത് തന്നെ പാടിയേക്കുന്നത് കേട്ടോ. അത് സ്ട്രെയിറ്റ് ബെൻഡാണ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട്. പ്രത്യേകിച്ച് പ്രധാനമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളുടെ പേര് മറന്നിട്ട് വരികയും കൂടെ ചെയ്തപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് രോമാഞ്ചമുണ്ടായി. ഷാനിക്ക, ഞാൻ സ്റ്റുഡിയോ കണ്ടു ചെന്നൈയിൽ പോയപ്പോ. ശരത് സാർ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, പാറു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കോടാ, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും പേര് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കപ്പോ ഇളയരാജ ഇങ്ങനെ എഴുതി വെച്ചേക്കും. അത് കാണിച്ചു തന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു വൈബാണ് കേട്ടോ. അത് നമുക്കൊരു വികാരം. മക്കളെ, എന്തൊക്കെയായാലും ഇനി മറക്കരുത് കേട്ടോ, ആരാണെങ്കിലും. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ. അയ്യ അണ്ണാച്ചി, എനിക്കറിയാം, പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അണ്ണാച്ചിക്ക് ഈ ഒരു പാട്ടുമായിട്ടൊരു വല്ലാത്ത ബന്ധമുണ്ട്. അത് മാത്രമല്ല, വളരെ ഒരു ട്രാജിക് സ്റ്റോറിയുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ കാര്യം പറയും. ട്രാജിക് ഒന്നുമല്ല. അല്ല, അത് ആദ്യം പിടിക്കുന്നു. ഇയാൾ ഉഗ്രനായി പാടി കേട്ടാ അർജുൻ. താങ്ക് യു സാർ. കഴിഞ്ഞ തവണയും ഞാൻ വന്നപ്പോൾ അസാധ്യമായിട്ട് പാടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. I don't remember what you sang, but you sang it so well. ഏതാ പാടിയെന്ന്? താനേ. അത് വേണുവിന്റെ പാട്ട് തന്നെ വീണ്ടും. യോസ് ഫാന്റാസ്റ്റിക്. എന്തൊരു ടാലന്റ് ആണ്. വേണുചേട്ടനാണ് ഇവന്റെ സ്പോൺസർ. അതാണ് തോന്നുന്നത്. അത് ഒരുക്കും എന്തിനാണ് അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല. അത് അർജുന്റെ സ്റ്റൈലായിരിക്കും പ്രൊണൗൺസിയേഷൻ. ഒരുകുമെൻ അത്രയല്ലേ ഉള്ളൂ. ഒരുക്കുമെൻ അങ്ങനെ പാടി. ഉരുകുമെൻ എന്നല്ല, ഉരുക്കുമെൻ ഉള്ള അല്ല മക്കളെ, ആണോ? അപ്പൊ അത് അണ്ണൻ പറഞ്ഞാൽ വളരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാൻ മറന്നുപോയതാ. ഉരുക്കുമെൻ എന്നാ നീ പാടിക്കൊണ്ടിരിക്കുന്നത്. ഉരുകുമെൻ. അതൊന്ന് പാടുമോ വെറുതെ? ഉണരുമീ ഗാനം ഉരുകുമെൻ. Much better. You are fantastic, man. Thank you, sir. എനിക്ക് വലിയ ഇഷ്ടമായി ഈ പാട്ടും എൻ്റെ ലൈഫായിട്ട് ഒരുപാട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാട്ടാണ് ഈ പാട്ട് എൻ്റെ ജീവിതത്തിൽ. ജി വേണുഗോപാലും ഞാനും 55 കൊല്ലമായിട്ട് ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ്. സ്കൂൾ കോളേജെല്ലാം. എൻ്റെ ഒരു കൊല്ലം ജൂനിയറാണ് വേണു. ഞങ്ങൾ ഇപ്പോഴും വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ ചെന്നൈയിൽ മദ്രാസിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെന്തോ ഐ വാസ് സംതിങ് എൽസ്. ആ സമയത്ത് വേണു റെക്കോർഡിങ്ങിന് വരുമ്പോൾ എന്നെ വിളിക്കും.
അപ്പം ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ കാണാം. അപ്പോഴാണ് അങ്ങനെയാണ് ഈ ഡ്രീംസ് തുടങ്ങുന്നത്. തിരിച്ചും നമുക്ക് സിംഗർ ആവണ്ടേ എന്നുള്ളൊരു ഡ്രീംസ് തുടങ്ങുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ഇന്ന് പാടാൻ പോവുകയാണ്, നീ വരുന്ന? ഞാൻ പറഞ്ഞു ഇളയരാജയാ. ഒയ്യോ എൻ്റെ അമ്മേ, എനിക്ക് ഇളയരാജ വൺ പോയിന്റ് ഓഫ് ടൈം വാസ് ഇപ്പോഴും, ബട്ട് അന്നൊക്കെ എനിക്ക് ക്രേസ് എന്ന് പറഞ്ഞാൽ ഇളയരാജ എന്ന് പറഞ്ഞാൽ മരിക്കും. അങ്ങനെ ഒരു ആർ ഡി ബർമൻ, ഇളയരാജ, മെഹദി ഹസൻ, കിഷോർ കുമാർ, ഇളയരാജയുടെ റെക്കോർഡിങ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവിടെ പോയി ഈ പാട്ട് ഇവർ അസാധ്യമായിട്ട് വായിച്ച സാധനം, ഞാൻ ആ ഒറിജിനൽ സാധനം ഞാൻ കേൾക്കുന്നു അവിടെ. ഇങ്ങനെ ആ ഇളയരാജയുടെ അങ്ങനെ ഒരു ഓറൽ ആൻഡ് ഇത് കേൾക്കുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ്. ഇന്ന് അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയും ഇവർ അസാധ്യമായിട്ട് വായിച്ചതുകൊണ്ട് എനിക്ക് ശരിക്കും രോമാഞ്ചം ആയിരുന്നു. ഞാൻ ഒന്ന് വിചാരിച്ചു, നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ വൈ ഷുഡ് ഐ ഗോ, എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് എന്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ജീവിതത്തിൽ? ഇവിടെ ഈ പ്രസാദ് ഡീലക്സിൽ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കൊടുക്കാനായിട്ടൊരു ജോലി കിട്ടിയാൽ മതിയല്ലോ, ദിവസം ഈ സാധനം കേൾക്കാമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ രാജാ സാറിൻ്റെ വീട്ടിൽ 6:30 മണിക്ക് പോയി. ഞാൻ അത്ര പെട്ടെന്ന് എണിക്കാത്ത ആളാണ്, പക്ഷെ അന്ന് ഞാൻ അവിടെ പോയി. രാവിലെ അവിടെ പോയിട്ട് ചായ കൊടുക്കാൻ രാജാ സാർ അങ്ങനെ ഹെഡ്ഫോണൊക്കെ ഇട്ട് ഒരു വാക്ക്മാൻ, അന്നത്തെ വാക്ക്മാൻ ഇട്ട് ഇങ്ങനെ വരുവാണ്. എന്നാ சொல்லுங்க സാർ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, ഗിവ് മീ എ ടേപ്പ്. കാസറ്റ് ഗിവ് മീ എ ടേപ്പ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ അകത്ത് കയറി. എനിക്ക് ഗിവ് മീ എ ടേപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ടേപ്പ്? നമുക്ക് ടേപ്പ് അല്ല, നമുക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എവിടേക്കോ പോയിട്ട് ഒരു കീർത്തനം പാടി ബന്ധുരാളിയിൽ രാമൻ ആ പാട്ട് പാടി. എന്നിട്ട് മെഹദി ഹസന്റെ ആ പാട്ട് പാടി കാസറ്റിലാക്കി ഇങ്ങനെ ഓടി നടന്ന് കൊടുത്തു. ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ അവിടെ പോയി നിൽക്കും. അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ദിവസം രാജാ സാറ്, അന്ന് പ്രസാദ് സ്റ്റുഡിയോസ് ഡീലക്സും കമ്പോസിങ് റൂമും അവിടെയാണ്. അപ്പൊ അവിടെ നടന്നു പോകും ഉച്ചയ്ക്ക്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ പോലും അപ്പോഴാണ് നിൽക്കുന്നത്, ഇയാള് കാണാൻ പറ്റുമോ ഡേറ്റ് ചോദിക്കണം. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് വെറുതെ. അപ്പോൾ എന്നെ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വന്ന്, ശ്രീനിവാസൻ நான் இன்ஃபார்ம் பண்ணுறேன் சார், கேட்டீங்களா சார் பாட்டு? நல்லா இருந்தது, நான் இன்ஃபார்ം பண்ணுறேன் എന്ന് പറഞ്ഞു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ ഇനി പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഭയങ്കര ട്രാവലും അലച്ചിലായിരുന്നു. അവിടെ പോയി കറൂർ എവിടെയോ പോയിട്ട് സിസ്റ്ററിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഒരു ദിവസം രാത്രി 11 മണിക്ക് നമ്മൾ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വീഡിയോ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കും. തൊണ്ട ഗാലി ഒന്നും, തൊണ്ട എന്ന് പറയുന്ന സാധനമില്ല, പണ്ടേ ഇല്ല. അതെ, ബെല്ല് വിളിച്ചിട്ട്, അന്ന് ഫോണൊന്നുമില്ല വീട്ടിൽ, ലാൻഡ് ലൈൻ ഇല്ല. ഒരാൾ വന്നിട്ട്, சீனிவாசன் யாரு? நீங்களா? சுப்பையா. நான் ராஜா சார் ஸ்டுடியோவில் நாளைக்கு வாய்ஸ் மிக்சிங். വായ്സ് മിക്സിംഗ്? വോയിസേ ഇല്ല, വോയിസ് മിസ്സിംഗ്. അപ്പൊ ഞാൻ വോയിസ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞോളാം നമുക്ക്. വോയിസ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡിംഗ് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തൊണ്ട சரியில்லை, நான் அங்கேருந்து வரேன், ராஜா சார் கூப்பிட்டுருக்கார், யாரையும் கூப்பிட மாட்டார் யார். അയ്യോ സാർ, ഞാൻ വരാൻ സാർ, ഞാൻ വരാം. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പോയി സാറിനെ കണ്ടു. അന്ന് ഫുൾ മൊട്ട, അന്നെന്തോ അത് നല്ല ദിവസം നോക്കി വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പുതിയ സെന്റിമെന്റ് ഒക്കെ നോക്കും സാർ. സെന്റിമെന്റ്. എന്നിട്ടും എനിക്ക് തൊണ്ട വയ്യ. ഓക്കെ, ഇങ്ക കത്തിട്ടേങ്ക. ഞാൻ പറഞ്ഞു, പെരുസാലാം കത്തുക്കല, ഞാൻ பாட்டுனா அவ்வளோ பிடிக்கும், உங்கள் பாட்டு. ஓகே சரி, இன்னொரு நாள் பார்த்துக்கலாம். அப்போ எனக்கு ரெக்கார்டிங் பார்க்கலாம். சரி, അപ്പോൾ വോയിസ് ബൂത്തിൻ്റെ അകത്ത് ഇരുന്ന് ചിത്രയും രാജാ സാറും പാടുന്നത് ഞാൻ കണ്ടു അന്ന്.
അപ്പോൾ ഞാൻ രാജാ സാറിനടുത്ത് പറഞ്ഞു, എനിക്ക് ഐ ലൈക്ക് ദിസ് വേൾഡ്, എവ്രി വൺ ലൈക്ക് ദിസ് വേൾഡ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ വിളിച്ചില്ല. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴൊന്നും പുള്ളിക്ക് ഒരു ദാറ്റ് ഇസ് ബിക്കോസ് സെൻറ്റിമെൻ്റ് ആയിരിക്കാം, ബട്ട് ഓർ ഹീസ് സോ ബിസി, ഹീസ് ലൈക്ക് ഡൂയിങ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പുള്ളി നമ്മൾ റിജക്റ്റ് ചെയ്തില്ല, നമുക്ക് ഓക്കെ ഇനി ഇവിടെ വരണ്ട, നമുക്ക് നമ്മുടെ ജോലിയുണ്ടല്ലോ, പുള്ളിയുടെ പാട്ടുമുണ്ട്, പുള്ളിയുടെ പാട്ട് കേട്ടിരിക്കാമല്ലോ, അങ്ങനെ ഇരുന്നാണ്. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ്, അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ്, എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അണ്ണാച്ചിനെ വന്ന് കണ്ടു എപ്പോഴോ, മറ്റേ രാജീവ് കുമാർ പറഞ്ഞിട്ട്, രാജീവ് കുമാറിൻ്റെ പാട്ട് കേട്ടിട്ട്, രാജീവ് കുമാറിൻ്റെ കമ്പോസിങ്ങിന് എന്നെ വിളിച്ചു. ഞാൻ അന്ന് പാട്ട് ഞാൻ അണ്ണാച്ചി ജോലിയൊക്കെ കളാന്ന് പറഞ്ഞു. അപ്പോഴേ അത് പറയണ്ട, അത് ഭയങ്കര രസമായിരുന്നു. അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. ആ ജോലി കളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡേ ഞാൻ ജോലി കളഞ്ഞ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും? അപ്പോൾ അന്ന് നമ്മൾ ഇളയരാജ ഇത്രയും ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരു പുള്ളി ചെയ്ത സംഭവങ്ങളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്, എൻ്റെ അമ്മേ. ആൻഡ് അർജുന് ഇളയരാജയുടെ പേര് അറിഞ്ഞിടുന്ന അതാണ്, ദിസ് ദ ജനറേഷൻ നെക്സ്റ്റ്. സോ പേര്, ദർ ഇസ് നോ പോയിന്റ് ഇൻ എ നെയിം ആക്ച്വലി, യുനോ. ഹിന്ദിയിൽ ഗുൽസാർ എഴുതിയ പോലെ, നാം ഗും ജായേഗാ चेहराए बदल जाएगा, मेरी आवाज ही पहचान है, घर याद रहे. നാം ഗും ജായക. പേര് മറന്നു, ഈ ഫേസൊക്കെ ചേഞ്ച് ആവും, നമ്മുടെ അപ്പിയറൻസ് ഒക്കെ പോവും, പക്ഷേ that voice, Lataji's voice, that is her identity, no? If you remember. If you don't remember, it's okay, Arjun. നിങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ പാട്ട് അങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. പേര് പറയണം മക്കളെ. ആ പേര് അതല്ല, അത് ഓക്കെ, അത് അണ്ണാച്ചി പറയുന്നത് കറക്റ്റാണ്. അത് ആൾക്കാർ, കൊച്ചു പിള്ളേർ അത് അറിഞ്ഞിരിക്കണം. ബട്ട് സ്റ്റിൽ ഐ ആം സേയിങ് ദാറ്റ്സ് ലൈഫ്, യുനോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. Yeah, that is my experience. Oh, wonderful. ഷാനിക, ഒരു ഭയങ്കര രസമുള്ളൊരു ഒരു അനുഭവം ശ്രീനി സർ. ഇവര് പറഞ്ഞ പോലെ തന്നെ മോനെ, ഒന്ന് ഇപ്പം എൻ്റെ ഒരു പാട്ട് ആരെങ്കിലും എവിടെന്നെങ്കിലും പാടിയിട്ട് ഇപ്പം ഞാനത് ടി വിയിൽ കാണുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഇതിൻ്റെ കമ്പോസർ ആരാന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ തപ്പുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വിഷമാവില്ലേ? ഇനി മറക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. നീ നന്നായിട്ട് പാടിയാടാ. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പൂക്കൾ ഒക്കെയാണ് വരച്ചു വെച്ചത്. പിന്നെ ചരണം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചരണത്തിൽ എവിടെയെങ്കിലും ഇടറുമായിരിക്കും, പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ നീ പാടി കേട്ടാ. പിന്നെ എന്തൊരു പാട്ടാണ് ഇത്, എന്തൊരു പാട്ട്, എന്തൊരു സിനിമ. അയ്യോ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ കാണണം കേട്ടോ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അത് വേണുചേട്ടൻ പാടി വെച്ചതോ, അയ്യോ എന്ത്, നമുക്ക് ആ വേദന നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ആണ് പുള്ളി പാടി വെച്ചേക്കുന്നത്. ഇത് ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു ബ്രില്യൻറ്റ് റൗണ്ടാണിത് കേട്ടോ. ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൗണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു ട്രെയിനിങ് ആണ്. കാരണം ഭാവിയിൽ ഇപ്പോൾ ചിലപ്പോൾ ക്ലിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പോസേഴ്സ് അങ്ങനെയാണ്, ചിലപ്പോൾ ഒരു ശ്രുതിയും ഒരു ക്ലിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലിക്കും എന്നിട്ട് പിന്നെ അതിൻ്റെ അറൗണ്ട് ആയിരിക്കും നമ്മൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുക. പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുമായിരിക്കും നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുക. റഹ്മാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. റഹ്മാൻ നമ്മൾ പോകുമ്പോൾ ഒരു കോഡ്സ് നമ്മുടെ കൂടെ വായിക്കും, പുള്ളി ക്ലിക്ക് മാത്രമേ കാണുള്ളൂ. കോഡ്സ് ചിലപ്പോൾ ഒരു ഗ്രൂവ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അതെ. എന്നിട്ട് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അറൗണ്ടാണ് പ്രോഗ്രാം ചെയ്യുക. കാരണം വേറെ ഐഡിയാസ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സിംഗർ പാടുമ്പോൾ ആ പാട്ടിൻ്റെ കളർ മൊത്തം ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രോഗ്രാം ചെയ്തത് ഒക്കെ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ, കോഡാണെങ്കിലും ഗ്രൂവ് ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അപ്പോൾ ഇത് ഒരു ഭയങ്കര വലിയൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ റൗണ്ട് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഉഗ്രൻ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് കാണാം ഇതിനെ. കുഴപ്പമില്ലാതെ പാടിയിടാ, നീ രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സാർ, മോനെ
8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8.5. താങ്ക് യു സാർ. ശനി സാർ. ഓക്കെ, സോ ടോട്ടൽ 17. താങ്ക് യു ചേച്ചി. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി. ഓക്കേടാ. Ni pa maga sa sa